പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനെയിലിൽ കണ്ടതുപോലെ തന്നെ സംഗമം, റീയൂണിയൻ എന്നൊക്കെ നമ്മളിപ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു സംഭവമാണല്ലേ. അപ്പോൾ റീയൂണിയനുകൾ എങ്ങനെയാണ് കൊലക്കയറുകൾ ആവുന്നത്, അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് റീയൂണിയൻ ഒരു കുടുംബത്തിൻ്റെ വിഷമാവസ്ഥയിലേക്ക് കാരണമാവുന്നത് എന്നൊക്കെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. നമ്മുടെ കണ്ണൂർ മാതമംഗലത്ത് നടന്നൊരു സംഭവമാണ്. ഇത് നടന്നിട്ട് കുറച്ച് ദിവസമായി. ഇന്നാണ് ഇതിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയത് ഇന്നാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. പുനിയങ്കോട് ബണിയർ റോഡിലെ വടക്കേടത്ത് വീട്ടിൽ മിനി നമ്പ്യാർ ഇപ്പോൾ അറസ്റ്റിലായത് വലിയ വാർത്തകൾക്ക് കാരണമായി. സംഭവങ്ങൾ നമ്മൾ കേട്ടതിലും അപ്പുറമാണ്. കേസിൽ രാധാകൃഷ്ണനെ വെടിവെച്ച ഒന്നാം പ്രതി സന്തോഷുമായി ഭർത്താവ് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ മിനി ഗൂഢാലോചന നടത്തി എന്ന് പോലീസ് പറയുന്നു. ഈ കേസിലെ മൂന്നാം പ്രതിയാണ് മിനി നമ്പ്യാർ. ഈ കേസിൽ തോക്ക് നൽകിയ സിജോ ജോസഫിനെ പോലീസ് രണ്ടാം പ്രതിയാക്കിയിരുന്നു. സിജോ ജോസഫിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൈതപ്പുറത്ത് പണി നടക്കുന്ന വീട്ടിൽ വെച്ച് മാർച്ച് 20 രാത്രി 7 മണിക്കായിരുന്നു രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത്. പരിയാരം SHO MB വിനീഷ് കുമാറാണ് മിനിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദം, പിന്നീട് തെറ്റിദ്ധാരണ, ഇതിന്റെ പേരിൽ രാധാകൃഷ്ണൻ മിനിയോട് കയർത്തു, മിനിയെ ഉപദ്രവിച്ചു, കലികയറിയ സന്തോഷ് തോക്കിൻ കുഴലിൽ രാധാകൃഷ്ണനെ അങ്ങ് തീർത്തു എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു ആദ്യം വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ പിന്നീട് BJP പ്രവർത്തകർ മാത്രമല്ല, സ്ഥലത്തെ മറ്റു ജനങ്ങൾ പറഞ്ഞു KK രാധാകൃഷ്ണൻ ആളൊരു പാവമായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് പഴയ സഹപാഠികളായിരുന്ന മിനി നമ്പ്യാരും സന്തോഷും തമ്മിൽ കണ്ടുമുട്ടുന്നത്. പണ്ട് ഇരുവരും തമ്മിൽ വലിയ പ്രണയത്തിലായിരുന്നുവെന്നും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് കണ്ടപ്പോൾ ആ പ്രണയം വീണ്ടും അങ്ങ് മുട്ടിട്ടുവെന്നുമാണ് അന്ന് നമ്മൾ കേട്ട വാർത്ത. എന്തായാലും പഴയകാല ഓർമ്മകൾ വീണ്ടെടുത്ത ഇരുവരും വീണ്ടും ഒന്നുകൂടി അടുത്തു. വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായി കണ്ണൂരിൽ ഒരു വിനോദയാത്ര പോയപ്പോൾ ഇരുവരും കൈകൾ കോർത്തു നിൽക്കുന്ന ചിത്രം സന്തോഷ് ഫേസ്ബുക്കിലിട്ടു. ഇതേ തുടർന്ന് രാധാകൃഷ്ണന് കലികയറി. ഭാര്യയുമായി വലിയ ഉടക്ക്. ഭാര്യ മിനി നമ്പ്യാരെ രാധാകൃഷ്ണൻ മർദ്ദിക്കുകയും ചെയ്തു. ഇതിൽ കലിപൂണ്ട് രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ച് സന്തോഷ് പറയുന്നു, മിനി എൻ്റെ പെണ്ണാണ്, നീ തൊട്ടുപോകരുത് എന്ന്. ഭർത്താവിൻ്റെ ഒരവസ്ഥ അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല മിനി നമ്പ്യാർ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ചെറുകുന്നിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു രാധാകൃഷ്ണന്റെ ഭാര്യ VV മിനി നമ്പ്യാർ. രാധാകൃഷ്ണനെ വധിക്കാൻ ഒന്നാം പ്രതി പെരുമ്പടവ് സ്വദേശി NK സന്തോഷിന് പ്രേരണ നൽകിയത് ഇതേ മിനി നമ്പ്യാരാണ് എന്ന് പോലീസ് പറയുന്നത് ഒട്ടനവധി തെളിവുകൾ നിരത്തി. രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ മിനി ഒത്താശ ചെയ്തിരുന്നു. അന്ന് പണി നടക്കുന്ന വീട്ടിലേക്ക് രാധാകൃഷ്ണനെ വിളിപ്പിച്ചു വരുത്തിയത് മിനിയുടെ അറിവോടെ. സന്തോഷ് അവിടെ എത്തുമെന്നും രാധാകൃഷ്ണനെ വധിക്കുമെന്നും മിനി നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. മിനിയെ പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ പരിയാരം ഇൻസ്പെക്ടർ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടല്ലോ സംഭവം എന്താണെന്ന് വെച്ചാൽ, അതായത് ഭർത്താവ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ്, ഭാര്യയുടെ പേര് മിനി എന്നാണ്, കാമുകൻ്റെ പേര് സന്തോഷ് എന്നാണ്. അപ്പോൾ ഈ 3 കഥാപാത്രങ്ങൾ, പിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തോക്ക് കൊടുത്ത ഒരാളും കൂടി ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ട്. എത്ര കൂളായിട്ടാണല്ലേ ഇതൊക്കെ ആൾക്കാർ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ സംഗമം റീയൂണിയനൊക്കെ നടക്കുന്നത് കൊണ്ട് ഒരുപാട് കുടുംബങ്ങളാണ് കേട്ടോ വഴിയാധാരമായി പോകുന്നത്. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും എന്താണ് ഈ ഇത്രയും വയസ്സായിട്ട് എന്താണ് അവർക്ക് തോന്നുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് ഒളിച്ചോടാനും ഇങ്ങനെ കാമുകൻ്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ലവായ കാമുകൻ്റെ കൂടെയൊക്കെ ജീവിക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവിനെ ഒരു മനസാക്ഷിയും ഇല്ലാതെ കൊല്ലാനൊക്കെ എങ്ങനെയാണ് പറ്റുന്നത് എന്നാണ് എനിക്കറിയില്ല. എത്ര ചിന്തിച്ചിട്ടും സത്യം പറഞ്ഞാൽ അത് മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഇത് തന്നെ. നമുക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും അല്ലേ. ഒരു കുട്ടിയായിട്ട് കൂടി ആ ലേഡി എന്താണ് ചെയ്തതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭർത്താവിനെ നിഷ്കരുണം കാമുകനെ ഉപയോഗിച്ചിട്ട് വെടിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വെടിയുടെ സൗണ്ട് കേട്ടിട്ട് പോലും ആ പെണ്ണുങ്ങളൊന്നും പുറത്തേക്ക് ഇറങ്ങി പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ പോകുന്നതല്ലേ, അവർ ഗൂഢാലോചന നടത്തിയിട്ടാണല്ലോ ഇയാളെ കൊല്ലുന്നത്. അപ്പം ഇയാൾ ഈ ഭർത്താവ് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്തൊക്കെ അവളെ തുടരുത്, അവൾ എൻ്റെ പെണ്ണാണെന്നൊക്കെ കാമുകം പറഞ്ഞു എന്ന്. എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതല്ലേ. അപ്പോൾ ഈ റീയൂണിയൻ എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നടത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂടെ മുന്നേ പഠിച്ച ആൾക്കാരൊക്കെ ആയിട്ട് ഒരു സൗഹൃദം പുതുക്കുന്നതിനും അവരെ കാണാനും ഒരു സ്നേഹം പുതുക്കുന്നതിന് മാത്രമാണല്ലേ. അല്ല ഇതുപോലെ ജീവിതമൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബമൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു
റീയൂണിയനിലൊക്കെ പോയിട്ട് നമ്മൾ ഒരിക്കലും ഒരു കുടുംബം നശിപ്പിക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്. ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണൻ എന്താണ് ഭാര്യ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഭാര്യ BJPയുടെ പ്രതിനിധി കൂടിയാണ്. ഭാര്യയുടെ കൂടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ കൂടെ പോകുമായിരുന്നു. അത്രക്കും സ്നേഹമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റീയൂണിയനിലാണ് മുന്നത്തെ ലവറിനെ പിന്നെയും കണ്ടുമുട്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്ത് ഇവർ ഭയങ്കര സ്നേഹമൊക്കെ ആയി ഇവരെന്താണ് ഭർത്താവിനെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് പിന്നെ നടത്തുന്നത്. എന്താ കഥ അല്ലേ? അപ്പോൾ ഇയാളെങ്കിലും ഓർക്കണ്ടേ അത്. ഇയാൾ ഇത്രയും നാൾ കല്യാണം കഴിച്ചില്ല എന്ന് വെച്ചിട്ട് ഈ പെണ്ണ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അല്ലേ? ഒന്നുമില്ലെങ്കിൽ ഒരു കുട്ടിയുണ്ട് എന്നുള്ളൊരു വിചാരമെങ്കിലും അവൾക്ക് വേണമായിരുന്നു. അപ്പോൾ ഈ റീയൂണിയനുകളൊക്കെ ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള കുടുംബത്തിൽ കയറിയിട്ടുള്ള ആവരുത് എന്നാണ് പറയാനുള്ളത് എല്ലാവരോടും. സംഗമിക്കുന്നതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ഈ സംഗമം ഒരിക്കലും ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആവരുത്, കുടുംബം നശിപ്പിക്കുന്നതിന് വേണ്ടി ആവരുത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഭവമാണല്ലേ നടന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലാണ് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെയാണ് നമ്മൾ കൂടുതലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അതിപ്പോൾ സാധാരണ ജനങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ട്. ഒളിച്ചോട്ടവും ഒക്കെ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.